ഹായ്, ഇന്നേക്ക് രണ്ടാളുണ്ടല്ലോ ഒരു സ്ഥലത്ത് പോകാൻ നിൽക്കണ്ട. എവിടെയാണ് പറയാം. കയ്യിലുണ്ട് എന്താണ് അറിയുമോ? മുല്ലപ്പൂ വാങ്ങിച്ചില്ല, റോസ് പൂ വേണ്ട. വീട്ടിലത്തെ റോസ് പൂ വലിച്ചിട്ട് റോസ് പൂ സൂപ്പറായി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും വൈഫിന് വെച്ച് കൊടുക്കുക പറയുന്നത് റോസ് പൂവും. എവിടെയാണ് പറയുന്നത്? പൂപ്പുണിത വിഴ, അതായത് വലിയ കുട്ടിയായ ഫംഗ്ഷൻ കേട്ടോ. ഒക്കെ ഹെൽമെറ്റൊക്കെ ഇട്ട് കോഴിക്കൊക്കെ കുറച്ച് തീറ്റ കൊടുക്കുക കേട്ടോ. അതെല്ലാം നമ്മുടെ കോഴി കുഞ്ഞുങ്ങളാണ് കേട്ടോ. തീറ്റ കൊടുത്തിട്ട് ഉണ്ടല്ലോ, ആൻഡ്രോ ടാറ്റ പറഞ്ഞിട്ട് അവനാണ് വീട്ടിൽ കാവൽ നിൽക്കുന്നത് കേട്ടോ. എവിടെയാണ് പറഞ്ഞാൽ കാമ്പറച്ചല്ല, പോത്തമ്പാടമാണ് കേട്ടോ. കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു ഫംഗ്ഷൻ വന്നിരിക്കുകയാണ് കേട്ടോ. ആദ്യം എത്തിയത് എവിടെ പോകണമെന്ന് അറിയില്ലേ? ആദ്യം എത്തിയത് കളിക്കാൻ പോകണം. ഓക്കെ, ഞാൻ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കണം. നമ്മളും പോയി ഇരുന്ന് കേട്ടോ. എന്താണ് സ്പെഷ്യൽ? അത് സലാഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരും വിളമ്പുന്ന പിള്ളേരാണ്. അടുത്ത ചോറ് എന്താണ് അറിയില്ല, അടിപൊളിയായിട്ട് ചിക്കൻ കണ്ട, ചിക്കൻ ബിരിയാണിയാണ് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രേവി ഉണ്ട്, ചിക്കൻ ഗ്രേവി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ സൂപ്പറായിട്ടുണ്ട്. എന്നിട്ട് കഴിക്കാൻ പോകാം കേട്ടോ. ആദ്യം കണ്ടോ സൂപ്പറായിട്ട് ചിക്കൻ ഗ്രേവി എടുത്തിട്ടുണ്ട്. ഇതാ ചിക്കനും സലാഡും ഒക്കെ കുഴച്ചിട്ട് കഴിക്കാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്താ കളിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പായസം വന്നിട്ടുണ്ട്, അതും കുടിച്ചിട്ട് ഇത് അടുത്ത എന്താണ് പരിപാടി അറിയില്ല. വന്നാൽ ബന്ധം വയ്ക്കാൻ പോവുകയാണ്. ഇതാ ബന്ധം വയ്ക്കാൻ വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ബന്ധം വെച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും എഴുതിയിട്ട് അടുത്തൊരു സ്ഥലത്ത് പോകണ്ട. എവിടെ പറഞ്ഞാൽ മുതലമട ചുളിയ ഡാമിൽ പോകാൻ കേട്ടോ. ഇവിടെ വൈകുന്നേരം വന്നാലുണ്ടല്ലോ എത്ര വെയിലുണ്ടാവില്ല, അടിപൊളിയുണ്ട് കേട്ടോ. നോക്കാൻ ചുറ്റുപാട് മരമൊക്കെ കാണാനുണ്ടല്ലോ, അടുത്ത് പോലെ കാണും കേട്ടോ. സൂപ്പറായിട്ടുണ്ടാകും. അത് മാത്രം അത് കഴിഞ്ഞപ്പോൾ എന്താ ഷൂട്ടിങ് നടക്കും കേട്ടോ. റോഡ് സൈഡ് നിറയെ വണ്ടിയുണ്ട്, സ്ഥലങ്ങളൊക്കെ സൂപ്പറായി കാരണം ഷൂട്ടിംഗ് ഉണ്ട് കേട്ടോ. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അതാ മല കണ്ട, അടുത്ത് മലൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ മലൻ്റെ അടുത്ത് പോകുമ്പോൾ അത് കിളിമല പറയും. ഇതാ പിന്നെയും പോയി എവിടെയാണെന്ന് അറിയുമോ? വൈഫിൻ്റെ അനിയൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ആണ് കേട്ടോ. അവൻ്റെ വീട്ടിൽ പോവാണ്. ഇതാ അടുത്ത് ഇതാ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, കാണാൻ അടിപൊളിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഫോണിൽ എങ്ങനെ കാണുന്നറിയില്ല, നേരിട്ട് കാണാൻ സൂപ്പറാണ്. ഇനി കുറച്ച് മഴയും പെയ്തുണ്ടല്ലോ, അടിപൊളിയുണ്ട് കേട്ടോ. എന്താ കുത്തനെ ഉള്ള ഇറക്കമാണ്, അതിലാണ് വണ്ടി ഓടി പോകുന്നത് കേട്ടോ. അവിടെ പോയിട്ട് വണ്ടി നിർത്തിയിട്ട് വൈഫിനെ ഇറങ്ങി നടന്ന് വരാൻ പറഞ്ഞു. ഇപ്പോൾ വണ്ടി കയറില്ല പറഞ്ഞിട്ടേ. പിന്നെ എവിടെ അതാണ് വീട് കേട്ടോ. ഇതാ വന്നിട്ട് വൈഫിൻ്റെ അനിയൻ്റെ വീട് മലൻ്റെ അടുത്താണുള്ളത്. എന്താ സൂപ്പറായിട്ട് അവിടെ പോയിട്ട് സംസാരിച്ച് നിൽക്കണ്. എന്താ മറ്റേ കുട്ടിയുണ്ടല്ലോ, ബർത്ത്ഡേ കുട്ടിയാണ്. എല്ലാവരും വിഷയം കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ പറയണം. കുട്ടിക്ക് ഉറക്കം വരാനായിട്ട് അവർ മുട്ടായി വാങ്ങിച്ചിട്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അത് കാരണം പൈസ വെച്ച് കൊടുത്തോട്ടെ. അവർ ഡ്രസ്സ് അവർ വാങ്ങിച്ചോട്ടെ കേട്ടോ. ഇതാണ് ബർത്ത്ഡേ കുട്ടിക്ക് ഉറക്കം വന്ന കാരണം നല്ല കരച്ചിൽ വന്നു കേട്ടോ. പിന്നെയൊക്കെ വിഷയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വന്നു. വൈകുന്നേരം വരാൻ പറ്റില്ല, കേക്ക് വെട്ടാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു.